പിന്നെ വരുന്ന മോഡ്യൂൾസ് മെയിൻ ആയിട്ട് വരുന്ന വെച്ചാൽ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ഫീച്ചേഴ്സിന് കൂടി വരും, മനസ്സിലായില്ലേ? ബേസിക് ആയിട്ട് അറിയേണ്ട ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ പറയുന്നത്. ബില്ലിങ്ങിനകത്ത് വരുന്ന വെച്ചാൽ ക്രിയേറ്റ് എസ്റ്റിമേറ്റ് ഓപ്ഷൻ, എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് പ്രോഫോർമ എന്നൊക്കെ പറയത്തില്ല, എസ്റ്റിമേറ്റ് എന്നൊക്കെ പറയാം, കൊട്ടേഷൻ എന്നൊക്കെ പറയുന്ന പോലെ, പ്രോഫോർമ എന്നൊക്കെ പറയുന്ന പോലെ. ഇറ്റ് ഇസ് നോട്ട് കൊട്ടേഷൻ, ഇറ്റ് ഇസ് എ പ്രോഫോർമ ഇൻവോയ്സ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് അയക്കാൻ എന്നൊക്കെ പറയും. ഡീൽ ആവുന്നതിന് മുമ്പ് എസ്റ്റിമേറ്റ് അയക്കാൻ പറയും ആൾക്കാരെ. അപ്പൊ നമ്മൾ എന്ത് എസ്റ്റിമേറ്റ് സെലക്ട് ചെയ്യണം, ഏത് ക്ലയന്റിനാണോ സെലക്ട് ചെയ്യുക ആ ക്ലയന്റ് ഡീറ്റെയിൽസ് ഇവിടെ ലോഡ് ആവും. പ്രോഡക്റ്റ് എന്താണ്, ഏത് പ്രോഡക്റ്റ്, സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തു. എമൗണ്ട് 15,000, പക്ഷെ നമ്മൾ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത് 25,000 രൂപയ്ക്കാണ് ചെയ്തെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അതിവിടെ നമുക്ക് അപ്ഡേറ്റ് കിട്ടും. ഡിസ്കൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കും. ഇവിടെ അപ്ഡേറ്റഡ് ലൈവ് ആയിട്ട് ഇത് കാണിക്കും, മനസ്സിലായി? അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഏത് കേസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, 5% ഡിസ്കൗണ്ട് കൊടുക്കും. സോ അൾട്ടിമേറ്റ്ലി 60,180 കേസാണ്. അത് അവർക്ക് സേവ് ചെയ്യാം, മനസ്സിലായി? സേവ് ചെയ്ത് വെക്കാം, സബ്മിറ്റ് ചെയ്യാം. Some error is there. ഡെമോ സോഫ്റ്റ്വെയർ കൊണ്ടാണ്. സോ വി ക്യാൻ സീ ബില്ലിംഗിൽ നമ്മളിപ്പോൾ വ്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്ത എസ്റ്റിമേറ്റ്, ക്രിയേറ്റ് എസ്റ്റിമേറ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. എന്താണ് ഡേറ്റ് 8 ഓഗസ്റ്റ് 2 ചെയ്ത കേസ് നമുക്ക് വ്യൂ ചെയ്യാം. ഇതുവരെ ഇൻവോയ്സ് നമ്പർ ഇതിനകത്ത് ജനറേറ്റ് ആയിട്ടില്ല. സോ വി ക്യാൻ എഡിറ്റ് ദിസ് വൺ ആൻഡ് ഇത് നമുക്ക് അതുപോലെ നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സം ഇഷ്യൂസ് ദെയർ. ഓക്കെ, because of dummy software. Okay, so that's the case. അങ്ങനെ ചെയ്തിട്ടുള്ള ഇൻവോയ്സുകൾ നമുക്ക് എസ്റ്റിമേറ്റുകൾ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ, വ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ദിസ് വൺ ഫൈനൽ ഇൻവോയ്സിന് ഓപ്ഷൻ ഉണ്ട്. ക്യാൻ സീ ദ ഫൈനൽ ഇൻവോയ്സ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ആൾറെഡി ജനറേറ്റ് ചെയ്ത കേസസ് ആണ്. സോ നമുക്ക് വ്യൂ ബില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഡെമോ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇത് വർക്ക് ആവില്ല. ഓക്കെ, അതായത് നമുക്ക് ബില്ലുകൾ കാണാൻ പറ്റും, ആ ഫോർമാറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വ്യൂ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ കേസ്. പേയ്മെന്റ് മോഡ് എന്താണ്, പേയ്മെന്റ് എമൗണ്ട് എന്താണ്, പേയ്മെന്റ് ഐ ഡി, പേയ്മെന്റ് ഡേറ്റ്, ആ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. സോ ബില്ലിങ് അത് അവർക്ക് മെയിലായിട്ട് പോവുകയും ചെയ്യും, മനസ്സിലായോ? അപ്പോൾ നേരത്തെ പറഞ്ഞ കേസസ് നോക്കുവാണെങ്കിൽ ബില്ലിങ്ങിൽ പോയി കഴിഞ്ഞാൽ വ്യൂ എസ്റ്റിമേറ്റ് എടുത്താൽ നമുക്കിവിടെ എസ്റ്റിമേറ്റ് കാണാൻ പറ്റും. നേരത്തെ എറർ കാണിച്ചായിരുന്നു. ക്രിയേറ്റ് എസ്റ്റിമേറ്റ് പോവുക, ക്ലയന്റ് സെലക്ട് ചെയ്യുക, സെലക്ട് ദ പ്രോഡക്റ്റ്, ഡിസ്കൗണ്ട് കൊടുക്കുക, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, ഇത് ഇത്ര എമൗണ്ടിനാണ് ക്ലോസ് ചെയ്ത് വയ്ക്കുക, 5% ഡിസ്കൗണ്ട് കൊടുക്കുക, സേവ്, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, നൗ ഇത് ആഡ് ആയിട്ടുണ്ട്. സോ ഇതിപ്പോ നമ്മൾ ആഡ് ചെയ്ത കേസാണ്, കണ്ട ഇൻവോയ്സ് നമ്പർ ജനറേറ്റ് ആയിട്ടുണ്ട്. എസ്റ്റിമേറ്റ് നമ്പർ ആണത്, അത് വ്യൂ ചെയ്യാൻ പറ്റും. വി ക്യാൻ വ്യൂ ദ എസ്റ്റിമേറ്റ്, കണ്ടോ? അപ്പോൾ അത് പ്രകാരം നമുക്ക് നമ്മുടെ എസ്റ്റിമേറ്റ് അത് ലോഡ് ആവും. കണ്ടോ, ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റ് വരുന്നത്. ഈ രൂപത്തിൽ എസ്റ്റിമേഷൻ നമുക്ക് വരും, മനസ്സിലായില്ലേ? കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട്. അതിനുശേഷം അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എത്ര വട്ടം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, മനസ്സിലായി? 30 അല്ല 40 ആണെങ്കിൽ വി ക്യാൻ ആഡ് ഹിയർ. ഓക്കെ, ദാറ്റ് ഈസ് ഡൺ. പോയി കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ വ്യൂ എസ്റ്റിമേറ്റ് അഗെയിൻ. ദാറ്റ് വിൽ ബി ചേഞ്ചിങ് ദ എമൗണ്ട്. നേരത്തെ 35 something ആയിരുന്നു, ഇപ്പോൾ 40,400 ആക്കി മാറ്റി, നമ്മൾ 40,500 ആയി, മനസ്സിലായില്ലേ? സോ അങ്ങനെ മോഡിഫൈ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ദെയർ. അതിനുശേഷം വേറൊരു ഓപ്ഷൻ വെച്ചാൽ ബില്ലിങ്ങിനകത്ത് വ്യൂ എസ്റ്റിമേറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഫൈനൽ ഇൻവോയ്സിന് ഓപ്ഷൻ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കേസ് ദിസ് വൺ, വേർ ഇസ് വിച്ച് വൺ, ഒരു മിനിറ്റ്, ഇതിപ്പോ ജസ്റ്റ് വ്യൂ എസ്റ്റിമേറ്റ് we can see which case is this one, no? So view estimate. Okay, ഈ വ്യൂ എസ്റ്റിമേറ്റ് നമ്മളിത് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെൻഡ് മെയിൽ. ആ സെൻഡ് മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ പോകും. അതായത് ഈ എസ്റ്റിമേറ്റ് നമ്മൾ അവർക്ക് അയച്ചു കഴിഞ്ഞാൽ വി ഹാവ് കമ്മ്യൂണിക്കേറ്റ് ടു ദ കസ്റ്റമർ. പ്രോഫോർമ ഇൻവോയ്സ് അയച്ചു ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് നിങ്ങൾ പോയിട്ട് ഈ ഫൈനൽ ഇൻവോയ്സ് അവർ അയച്ചു കഴിഞ്ഞാൽ അവർ പേയ്മെന്റ് ചെയ്തു, ആ എസ്റ്റിമേറ്റ് പ്രകാരം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് കൊടുക്കണം.
ഫൈനൽ ഇൻവോയ്സ് എടുക്കുക. ഫൈനൽ ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്ത 2.8 ഇത് കാണും. മനസ്സിലായില്ലേ എത്ര എമൗണ്ട്. ഇത് ക്രിയേറ്റ് ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ വരും. സോ അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആഡ് ചെയ്ത കേസസ്. സോ വി ക്യാൻ ആഡ് ഏത് മോഡിൽ അവർ പേയ്മെന്റ് ചെയ്തത്, നെറ്റ് ബാങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രി ചെയ്ത് സബ്മിറ്റ് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ബില്ല് വിൽ ബി ഇപ്പം വ്യൂ ബില്ല് എന്ന ഓപ്ഷൻ ഉണ്ട്. വ്യൂ ബില്ല് പോയി കഴിഞ്ഞാൽ നമുക്കത് ബില്ല് കാണാൻ പറ്റും. കണ്ടോ, വി ക്യാൻ സീ ദ ബില്ല് ഹിയർ. ഓക്കെ, സോ അത് സെൻഡ് മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ പോകും. മനസ്സിലായില്ലേ. ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മെയിൽ പോയി കഴിഞ്ഞാൽ പോയി. ബിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മനസ്സിലായില്ലേ. ബിൽ നമ്പർ ഇറ്റ് ഈസ് ദെയർ. ഓക്കെ, സോ അതാണ് ബില്ലിങ്ങിന്റെ കേസ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ കാണിച്ചിരിക്കുന്നത്. ഇതിനെക്കൂടെ ഇനി വേറെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ എത്ര ഉള്ളു ബില്ലിംഗ്. അതിന് എക്സ്പെൻസ് കൂടെ ആയിട്ട് കവർ ചെയ്യാം. എക്സ്പെൻസ് സിമ്പിൾ ആണ്, വലിയ കാര്യമില്ല. എക്സ്പെൻസിനകത്ത് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ ലോഗിൻ എടുക്കുവാണെങ്കിൽ എക്സ്പെൻസ് മാനേജ്മെന്റ് ആഡ് എക്സ്പെൻസ് സംഭവമുണ്ട്. ആഡ് എക്സ്പെൻസിൽ പോയിട്ട് ഏത് ദിവസമാണ് ഇവർക്ക് എക്സ്പെൻസ് ഇൻകേർഡ് ആയത് ആ ഡേറ്റ് സെറ്റ് ചെയ്യുക. എക്സ്പെൻസ് ഡീറ്റെയിൽസ്, ട്രാവൽ അലവൻസ്, എമൗണ്ട് 230 റുപ്പീസ്. ഉദാഹരണത്തിന് ലൈക്ക് ട്രാവൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ട്രാവൽ അല്ല, ജസ്റ്റ് ഫുഡ് എക്സ്പെൻസ് ആണ് നോക്കിയത്. ഫുഡ് അലവൻസ് ആണെങ്കിൽ 230 രൂപയായി. അപ്പൊ ബില്ല് കടയിൽ നിന്ന് വാങ്ങിച്ച ബില്ലുണ്ടല്ലോ അത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ഇൻവോയ്സസ് എക്സ്പെൻസസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ. ആ ഒരു പർട്ടിക്കുലർ ഡേയില ആഡ് ചെയ്ത ശേഷം സബ്മിറ്റഡ് എക്സ്പെൻസിൽ പോയി കഴിഞ്ഞാൽ ദേ ക്യാൻ സി അവർ ആൾറെഡി സബ്മിറ്റ് ചെയ്ത എക്സ്പെൻസ് കൂടെ കാണാൻ പറ്റും. അതിന്റെ സ്റ്റാറ്റസും കാണാൻ പറ്റും. അപ്രൂവ്ഡ് ആണ് ആ സ്റ്റാറ്റസ്. മനസ്സിലായില്ലേ. വ്യൂ ബില്ല് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഡമ്മി ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഷോയിങ്. വ്യൂ ബില്ല് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സി. സോ സിമിലർലി എക്സ്പെൻസ് മാനേജർ അഡ്മിൻ ക്യാൻ അപ്രൂവ് എക്സ്പെൻസസ്. എനി എക്സ്പെൻസസ് ഹിയർ അഡ്മിൻ ക്യാൻ അപ്രൂവ്. പഴയ എക്സ്പെൻസസ് അഡ്മിന് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കണ്ട കേസ് ആണ്, അതിന്റെ ബില്ലാണിത്, ഒറിജിനൽ ആണ്. ഡമ്മി ആയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ബില്ല് ആക്ച്വൽ, അത് യു ക്യാൻ അപ്ലോഡ്. ഓക്കെ, സ്റ്റാറ്റസ് ഈസ് ദെയർ അപ്രൂവ്ഡ്. സോ ഇത്രയാണ് എക്സ്പെൻസ്. അതായത് എന്താ പറയാ, എക്സ്പെൻസസിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഒരു എന്താ പറയാ, ഒരു പോയി പറയാം എനിക്ക് ഇന്ന ദിവസം പോയിട്ട് എനിക്ക് ഇത്ര എമൗണ്ട് 250 രൂപയായി, ഇന്ന ദിവസം 250 രൂപയായി. മൊത്തത്തിൽ ഇങ്ങനെ അത് ഒരു എന്താ പറയാ, ഒരു ഇറിറ്റേറ്റിംഗ് തിങ് ആണ്. അതുപോലെ സ്ട്രീം ലൈൻ ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരെ വിത്ത് ബില്ല് അവര് അപ്ലോഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ. അത് അഡ്മിന് കാണുന്നു, അഡ്മിൻ അപ്രൂവ് ചെയ്യുന്നു. അപ്പൊ ആ പ്രോസസ്സ് സ്ട്രീം ലൈൻ ആവുകയാണ്. അല്ലെങ്കിൽ ഒരു കയ്യും കണക്കും ഇല്ലാത്ത നമ്മൾ ഓർത്തിരിക്കത്തൊന്നും ഇല്ല കാര്യങ്ങൾ. ഇതാകുമ്പോൾ പ്രോസസ് സ്ട്രീം ലൈൻഡ് ആവും. പിന്നെ ദേ ക്യാൻ ഡൗൺലോഡ് ദ റിപ്പോർട്ട്സ് ആൻഡ് ഓൾ ദേ ക്യാൻ സീ. മനസ്സിലായില്ലേ. പിന്നെ അവർക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഏത് സ്റ്റാഫാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എടുത്തിരിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്, അതെല്ലാം നോക്കുക. അവർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഈ എക്സ്പെൻസിലുള്ള കേസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ബേസിക്കലി വരുന്ന കേസ്. എക്സ്പെൻസ് പറഞ്ഞു, ബില്ലിംഗ് പറഞ്ഞു, സെയിൽസ് പറഞ്ഞു, സർവീസ് പറഞ്ഞു, കസ്റ്റമേഴ്സ് പറഞ്ഞു, പ്രോഡക്റ്റ് പറഞ്ഞു, HR പറഞ്ഞു. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം പറയുകയുണ്ടായി. അപ്പൊ ഇത് പ്രകാരം മനസ്സിലാക്കുക, ഫീച്ചേഴ്സ് പൂർണ്ണമായും മനസ്സിലാക്കുക. റിപ്പോർട്ട് നോക്കേണ്ട ആവശ്യമില്ല. സെറ്റിംഗ്സിനകത്ത് ബേസിക് ഡീറ്റെയിൽസിനകത്ത് ഇത് ജസ്റ്റ് അവർക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ വർക്ക് ഫ്ലോയുടെ കേസ് ഞാൻ പറഞ്ഞു, സർവീസും കൊട്ടേഷനിലെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഇനിയൊരു കേസ് കൂടെ ഉണ്ട്, റിപ്പോർട്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ സർവീസ് റിപ്പോർട്ട് ഉണ്ട്, കൊട്ടേഷൻ റിപ്പോർട്ട് ഉണ്ട്. ഏത് റിപ്പോർട്ട് ആയാലും സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പാരാമീറ്റർ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് വർക്ക് ഫ്ലോയിൽ എന്താണ് കൊടുക്കുന്നത്, ക്രിയേഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ ഇവർക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അപ്ലോഡ് ആണോ കൊടുക്കുന്നെങ്കിലോ വർക്ക് ഫ്ലോയില് അവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ക്രിയേഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ പാരാമീറ്റർ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ആ പാരാമീറ്റർ എല്ലാം ഇത് കാണിക്കും. അപ്പൊ എന്തൊക്കെയാണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ലോഗിനില് ക്രിയേറ്റ് കൊട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ താഴെ കണ്ടോ, ഓഫർ ക്രിസ്മസ് TPV എന്നൊക്കെ കൊടുത്തേ കണ്ടോ. ഇതൊക്കെ പാരാമീറ്റേഴ്സ് ആണ്. ഇത് പ്രകാരം അവർക്ക് ഓഫർ ക്രിസ്മസ് ഈ ഹെഡിങ്സ് ഒക്കെ വരും. മനസ്സിലായില്ലേ. സോ നമുക്ക് ഇവിടെ കൊട്ടേഷൻ റിപ്പോർട്ട് എടുക്കാനും കണ്ടോ ഈ രണ്ട് കേസ് ആൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മൂന്നാമത് 1 2 3 ഓർഡറിലാണ് കാണിക്കുന്നത്. ഇതിപ്പോ ഉദാഹരണത്തിന് അനദർ ഡിസ്കൗണ്ട് ഏത് ടൈപ്പാണ് ഈ ഇൻപുട്ട് നമ്പർ അപ്ഡേറ്റ് ചെയ്യാം.
അങ്ങനെ പാരാമീറ്റർ